നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കറിയാം ഓണമൊക്കെ അടുത്ത് വരുവാണ്. എല്ലാവർക്കും കുട്ടികൾക്ക്, നമുക്ക് മുതിർന്നവർക്ക് വാങ്ങിയില്ലെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കുന്ന പതിവുണ്ടാവും. അപ്പം നമ്മുടെ ഷോപ്പിലുള്ള കുറച്ച് ഓണം കളക്ഷൻസ് വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, 3-4 ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഉണ്ട്. ഇത് ഗേൾസിൻ്റെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ബോയ്സിൻ്റെ ഉണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓൺലൈൻ വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ്. ഡ്രസ്സ് ഒരു ബോട്ടം, അതായത് നമ്മുടെ സ്കേർട്ടും ടോപ്പും ആണേ. അതായത് ഈ ഒരു ഗ്രീൻ കളറ്, ഡാർക്ക് ബ്ലൂ കളറിൽ വന്നേക്കുന്ന, നേവി ബ്ലൂ കളറിലുള്ള ബ്രൊക്കേഡ് മെറ്റീരിയൽ ആണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ താഴെ ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്, സെയിം മെറ്റീരിയൽ വെച്ചിട്ട്. അതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഭംഗിയുണ്ട്. അതായത് ഈ ഒരു ബോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിലാണ് ബട്ടൺ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് വന്നേക്കുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ, ഇത് പ്രീമിയം മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്, അവരുടെ ദേഹത്ത് കുത്തി കയറൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ടോപ്പ് വന്നേക്കുന്നത്. അതിൻ്റെ കളറ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും. അതിൻ്റെ ബോട്ടം വന്നിട്ട് നമ്മുടെ ചെക്ക് ഡിസൈനിലുള്ള സെറ്റ് മെറ്റീരിയൽ ആണിത്. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കസവ് കര വന്നിട്ടുണ്ട്. പിന്നെ ഇത് വള്ളിയാണ് വന്നേക്കുന്നത്. അതിൻ്റെ തുമ്പത്തും ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് ബോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് കുഞ്ഞുങ്ങളുടെ പാകത്തിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതും അതുപോലെ തന്നെ ഒരു ആണ് വന്നേക്കുന്നത്. ഇത് മറ്റേത് ബ്രൊക്കേഡ് മെറ്റീരിയൽ ആയിരുന്നു, ഇത് പ്യുവർ കോട്ടൺ പ്രിന്റഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ബ്ലൗസ് വരുന്നു, ഇവിടെ ഒരു ബോ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വന്നേക്കുന്നത് നോർമൽ കസവ് മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ബോർഡറായിട്ട് നമ്മുടെ ആ പ്രിന്റഡ് മെറ്റീരിയൽ കൊടുത്തേക്കുന്നു ബ്ലൗസിൻ്റെ. ഇതിനും അതുപോലെ തന്നെ വള്ളിയാണ്. ഇത് ഇലാസ്റ്റിക് ഇല്ല കേട്ടോ, നമുക്ക് ഈ വള്ളി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടും. ഫ്രോക്ക് ഈ ഒരു മോഡലാണ് ആദ്യം കാണിച്ചു തരാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ കസവ് മെറ്റീരിയൽ വന്നിട്ട് അറ്റത്തും അതുപോലെ ഗോൾഡൻ കര വന്നേക്കുന്നു. പിന്നെ ഇവിടെ ആയിട്ടൊരു ത്രെഡ് വർക്കാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ സിമ്പിൾ ത്രെഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, എംബ്രോയിഡറി. അകത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എല്ലാ ഡ്രസ്സിനും ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം കുട്ടികൾക്ക് ഈ ഡ്രസ്സിൻ്റെ ഒന്നും പുറത്തെ ആ മെറ്റീരിയൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, നമ്മൾ പ്രത്യേകിച്ച് വാഷ് ചെയ്യാതെയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ മേൾഭാഗത്ത് ഇത് സെപ്പറേറ്റ് തുണിയാണ്, ഒരു സിൽക്ക് മോഡൽ തുണി വന്നേക്കുന്നു. അതിൻ്റെ താഴേക്ക് നമ്മുടെ കേരള കസവിൻ്റെ തുണി വെച്ചേക്കുന്നു. അടിയിൽ ബോർഡറായിട്ടും നമ്മുടെ ഈ മേളത്തെ സിൽക്ക് മെറ്റീരിയൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനും അതുപോലെ തന്നെ അവരൊരു എംബ്രോയിഡറി വർക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴിഞ്ഞ വിഷുവിന് നല്ല രീതിയിൽ പോയിരുന്ന ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഇത് ഇടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കുട്ടികളെ ഇടിച്ചിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രൊക്കേഡ് മെറ്റീരിയൽ മുകളിൽ വന്നിട്ട് ഹാഫ് പോർഷനിൽ കൊടുത്തിട്ട് താഴേക്ക് ഫുൾ നമ്മുടെ കസവ് തുണി വന്നേക്കുന്നു. കേരള സാരിയുടെ താഴെ ബോർഡർ കൊടുത്തേക്കുന്ന മുകളിലത്തെ സെയിം കളർ വന്നേക്കുന്നു. ഇതിൻ്റെ പല കളറുള്ളതുണ്ട്, ഈ ഒരു കളറ് മാത്രമല്ല. അപ്പോൾ ഇതും ലൈനിങ് ഉണ്ട് കേട്ടോ, വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ബോയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനുണ്ട്, പീക്കബൂൻ്റെ ഓൺലൈൻ നമ്പറുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓണം ആകുമ്പോഴേക്കും തീർന്നു പോകുമായിരിക്കും. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി നമുക്ക് ആൺകുട്ടികളുടെ ഡ്രസ്സ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ആൺകുട്ടികളുടെ ഒരുപാടൊന്നും ഇല്ല, ഉണ്ടായിരുന്നതിൽ തന്നെ ഇപ്പോൾ പീസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. കാരണം വീഡിയോ ചെയ്യണമെങ്കിൽ കുറച്ചധികം നമ്മൾ കൊണ്ടുവരണമല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.